ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മെലാസ്റ്റോമ പ്ലാന്റിനെ കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു എങ്ങനെ ഈ പ്ലാന്റിൽ നിന്നും ഒരു തണ്ടിന് വേര് പിടിപ്പിച്ചെടുക്കാമെന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് കറുവപ്പട്ട പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് അലോവേരയുടെ ഒരു തണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ അലോവേരയിൽ നിന്ന് ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു തണ്ടിൽ നിന്ന് ഇത്രയും പോകുന്നൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ. ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതിന് വേണ്ടി തൈ നടാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നടണതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ മെലാസ്റ്റോമ ചെടിയിൽ നിന്ന് തണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇളം തണ്ട് നോക്കി കട്ട് ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ്. പെട്ടെന്ന് തന്നെ പൊടിച്ച് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ തന്നെ എടുത്തിട്ട് അതിൻ്റെ ഓരോ തണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെട്ടി മാറ്റുകയാണ് ചെയ്യുക. ഇനി അതെന്താ ചെയ്യണേന്ന് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്ത അലോവേരയിൽ ആ തണ്ടൊന്ന് മുക്കിയെടുത്തിട്ട് അത് കറുവപ്പട്ടയിലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നേരെ മണ്ണിൽ നടുകയാണ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഇങ്ങനെ തന്നെ ആ കട്ട് ചെയ്തെടുത്ത എല്ലാ തണ്ടും ചെയ്ത് മണ്ണിൽ നടും. അപ്പോൾ ദേ നമ്മുടെ എല്ലാ തണ്ടും നട്ട് കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് അതിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അത് ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കും. പിറ്റേ ദിവസം നമ്മൾ വന്ന് നോക്കുമ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ ഈർപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് എടുത്ത് കവറൊന്നും കൂടി എടുത്തൊന്ന് കുടഞ്ഞ് വീണ്ടും മൂടി വയ്ക്കണം. ഇങ്ങനെ തന്നെ വെക്കരുത്. ഒരു 7 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ തണ്ടിനൊക്കെ വേര് മുളച്ച് മണ്ണിൽ പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് അതെടുത്ത് ചട്ടിയിലേക്കോ വേറെ മണ്ണിലേക്കോ എവിടേക്ക് വേണമെങ്കിലും നട്ട് ചെടി വലുതാക്കാവുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ആ തൈ ഇരിക്കുക. ഇത് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് നട്ടത്. ഇതിപ്പോൾ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുത്തത് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.